ഹലോ ചങ്ങായീസ്, എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമ്പനയിലെ പോലെ തന്നെ ഈ ഒരു നമ്മൾ ഫാനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് നമുക്കിതുപോലെ ചെറിയ പീസിലുള്ള ഒരു കാർഡ്ബോർഡ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു താഴ്വശം മറ്റൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിതിനെ അടിവശത്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മുകൾ വശത്ത് രണ്ട് വെട്ടുകളും ഇങ്ങനെ കർവ് ഷേപ്പിൽ രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെയുള്ള രണ്ട് യൂസാണ് നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അടിഭാഗം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പോപ്സിക്കിൾ സ്റ്റിക്കുകൾ, അതില്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കുകളൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് വലിയ വിലയൊന്നും ഇല്ലാത്ത കാര്യമാണ് ഈ ഒരു സ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. നമുക്കൊരു പാക്കറ്റൊക്കെ വാങ്ങിച്ചാൽ 2-3 ക്രാഫ്റ്റൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഈ ഒരു കാർഡ്ബോർഡ് കഷ്ണം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഐഡിയ ആണ് വരുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിന്ന് 2 ഐഡിയ ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൽ മുഴുവനത്തെ ഈ ഒരു സ്റ്റിക്ക് ഫുള്ള് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ കർവ് ഷേപ്പിൽ രണ്ട് ഇങ്ങനെ പോർഷൻസ് ഉണ്ടാവും, 2 പോർഷൻസ്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് രണ്ടായിട്ടൊന്ന് ഒടിച്ച് അതായത് ചെറിയൊരു പീസാക്കിയിട്ട് അവിടെ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് സ്റ്റിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു പോർഷനിൽ ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല, അവിടെയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കർവ് ഷേപ്പ് വരുന്ന പോർഷനിൽ വന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് ഒന്ന് ഒടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ കവർ ചെയ്യേണ്ട എന്ന് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒന്ന് ചുമ്മാ ഒരു ഡെക്കറേഷൻ ചെയ്യുകയാണ്, മീൻസ് ഒരു മിറർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേറെ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പലതരം റിബണ് ലേസൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ സംഗതി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് കണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിങ്ങനെ പേന, പെൻസിൽ, ബ്രഷസ് എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത് വേറൊരു യൂസ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ആ കർവ് ഷേപ്പ് ഫുള്ള് ഫില്ല് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഇതുപോലെ ഫോൺ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഫോൺ ജസ്റ്റ് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഫോൺ എവിടെയെങ്കിലും നമ്മുടെ ടേബിളിൽ വെക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഇമേജോ റെഫറൻസിനൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടേബിളിൽ വെക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂസ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ അടിഭാഗം അത് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിവശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഉപയോഗിച്ച് നേരത്തെ കാണിച്ച പോലെ തന്നെ. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്ലൂ ഗൺ ഇതുപോലെ ഞാനിങ്ങനെ ലൈനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ നമ്മുടെ ഗ്ലൂ ഗൺ നമ്മുടെ ആ കാർഡ്ബോർഡിൽ കൂടി ഒന്ന് ഓടിച്ചെടുത്താൽ നമുക്കിതുപോലത്തെ ഷേപ്പ് കിട്ടും കേട്ടോ. പിന്നെ ഗ്ലൂ ഗൺ കുറച്ച് എന്താ പറയുക ചിലവാകും. അതെല്ലാം നിങ്ങൾക്ക് ക്ലേ വെച്ചിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പെയിൻറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കും എന്നേ ഉള്ളൂ. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉണങ്ങും. അതുകൊണ്ട് നമുക്കിനി ഇതിന് പുറത്തേക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഞാൻ ജസ്റ്റ് സ്പോഞ്ച് യൂസ് ചെയ്തിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒരു കോട്ടിങ് പോലെ ഒന്ന് കൊടുക്കട്ടോ, ഫുൾ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്കിതിനി ഒന്ന് ഉണക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിലൊരു ചെറിയ പരിപാടിയും കൂടെ നടത്താം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനതിലേക്ക് ഗോൾഡ് മെറ്റാലിക് പൗഡർ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇങ്ങനെ ബ്രഷിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അവിടെ ഇവിടെയായിട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം കുറച്ചും കൂടിയിട്ട് ഭംഗിയായിരിക്കും കാണാനായിട്ട്.
ഓക്കെ, അപ്പം അത്രയും കൂടി പരിപാടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പെൻ ഹോൾഡറോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഹോൾഡറൊക്കെ കാണാനായിട്ട് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേറെ എന്തെങ്കിലും ഐഡിയാസൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾ ചെയ്ത് നോക്കിയ പിക്സ് കവി സ്ട്രീം ട്യൂബ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ എനിക്ക് ആ ഒരു ഇമേജ് അടുത്ത വീഡിയോയുടെ ഒപ്പം ചേർത്താനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.